വിവാഹപ്രായമുയർത്തുന്ന ബിൽ ഇന്ന് തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കും. ബില്ലിന്റെ പകർപ്പ് എംപിമാർക്ക് വിതരണം ചെയ്തു. പ്രതിപക്ഷ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. कार्यसूची में क्रमांक संख्या 7 पर मेरे सहयोगी साथी मंत्री श्री रामदास आठवले जी के नाम के सम्मुख में उल्लिखित दस्तावेज सदन के पटल में रखती हूँ। साध्वी निरंजन ज्योति जी, श्री मेघवाल जी। धन्यवाद सभापति जी। मैं अपने सहयोगी साध्वी निरंजन ज्योति ग्रामीण विकास राज्य मंत्री की ओर से आज की संशोधित कार्यसूची में क्रम संख्या 8 पर उनके नाम के सामने उल्लेखित दस्तावेज सदन के पटल पर रखता हूं। नंबर 9 श्री नित्यानंद राय जी। सभापति महोदय, मैं आपकी अनुमति से KP അഭിലാഷ് വിവരങ്ങൾ പങ്കുവെക്കും. അഭിലാഷ്, ഏതാണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഈ ബില്ലിനെതിരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ സഭയിൽ അവരുടെ പ്രതിഷേധം ഏത് തരത്തിലാണ് അവർ പ്രകടിപ്പിക്കുന്നത്? രഞ്ജിത്ത്, പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ ബില്ലുമായി അതിവേഗത്തിൽ മുന്നോട്ട് പോകുന്നതിനെ ആണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും എതിർക്കുന്നത്. സാമൂഹികമായി ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ബില്ലായതിനാൽ അതിവേഗം ഇത് പാസാക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ ഈ ബില്ല് അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായി കാണുന്നത്. അതിനുശേഷം ഒരുപക്ഷെ ബില്ലിന്മേലുള്ള കൂടുതൽ ചർച്ചകൾ അടുത്ത സമ്മേളന കാലയളവിലേക്ക് മാറ്റിവെക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കൂടുതൽ ചർച്ചകൾക്കും സൂക്ഷ്മ പരിശോധനകൾക്കുമായി ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ തിടുക്കത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ബില്ലുമായി മുന്നോട്ട് വന്ന ഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗ് കടുത്ത എതിർപ്പ് അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ CPIഎമ്മും പോഷക സംഘടനകളും ഉൾപ്പെടെ ഇടത് സംഘടനകളും ബില്ലിനെ എതിർക്കുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. ഹിഡൻ അജണ്ടയുണ്ട് ഈ ബില്ലിന് പിന്നിൽ എന്നുള്ള സംശയം ആണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഉന്നയിക്കുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ഇത് സ്ത്രീ പുരുഷ സമത്വം എന്നതിനപ്പുറത്തേക്ക് സ്ത്രീകളുടെ ഉന്നമനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് തന്നെയാണ് ഈ ബില്ലിലെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെയൊരു ബിൽ എന്നതിന്റെ വ്യക്തത കൂടി ഈ ബില്ലിൽ വരുത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ. 1929 ശൈശവ വിവാഹ നിയന്ത്രണ നിയമം മാറ്റി ബാലനിരോധന നിയമം കൊണ്ടുവന്നിരുന്നു. വിവാഹ നിയമം 2006 പ്രകാരം വിവാഹങ്ങൾ നിരോധിക്കുന്നതിനും മറ്റുമൊക്കെയുള്ള സംവിധാനങ്ങൾ പരിശോധിക്കുമ്പോൾ അടക്കം ഇപ്പോഴത്തെ പ്രായം എന്നത് അംഗീകരിക്കാനാവുന്നില്ല. ശാരീരികവും മാനസികവും പ്രത്യുൽപാദനപരവുമായ ആരോഗ്യം സ്ത്രീകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ബിൽ കൊണ്ടുവരുന്നത് എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഈ ബിൽ അവതരിപ്പിക്കുകയും അത് നിയമമായി മാറുകയും ചെയ്യുന്നതോടുകൂടി നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന ക്രിസ്ത്യൻ വിവാഹ നിയമം, പാഴ്സി വിവാഹ നിയമം, ഹിന്ദു വിവാഹ നിയമം, സ്പെഷ്യൽ മാരേജ് ആക്ട്, ഫോറിൻ മാരേജ് ആക്ട് ഇവയിലെല്ലാം തന്നെ വലിയ മാറ്റം വരും. മുസ്ലിം വ്യക്തിത്വ നിയമം അനുസരിച്ചുള്ള വിവാഹത്തിലും മാറ്റം വരും. ഏത് സമുദായത്തിൽപ്പെട്ട ആളാണ് എങ്കിലും 21 വയസ്സ് പൂർത്തിയാകാതെ ഒരു സ്ത്രീക്കോ പുരുഷനോ നിലവിൽ വിവാഹം കഴിക്കാൻ സാധിക്കാത്ത പശ്ചാത്തലം, ആ വിവാഹം ഔദ്യോഗികമായി ഇന്ത്യൻ ഭരണഘടന പ്രകാരം അംഗീകരിക്കാത്ത സാഹചര്യമായിരിക്കും ഈ നിയമം പാസാക്കപ്പെടുമ്പോൾ, നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്നത്. ഏതായാലും ലോക്സഭയിൽ ഇന്ന് ബില്ല് അവതരിപ്പിക്കും. ചർച്ചകൾക്ക് ശേഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൈമാറും. എല്ലാ സമുദായങ്ങൾക്കും നിയമം ബാധകമാകത്തക്ക വിധത്തിലാണ് ഇതിന്റെ ഘടന. ചർച്ചകൾക്ക് ശേഷം, അതായത് പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സംഭവിക്കുന്നുണ്ട്. സർക്കാരിന്റെ വാദം നേരത്തെ മുതൽ തന്നെ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ശാരീരിക മാനസിക പ്രത്യുൽപാദനപരമായ വിഷയങ്ങളിൽ അടക്കം സഹായകരമാകത്തക്ക വിധത്തിലുള്ള ഒരു പ്രായപരിധിയാണ് ഇത് എന്നുള്ളതാണ്. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ഒഴിച്ച് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വലിയ തോതിൽ ഈ ബില്ലിനെ എതിർക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരിക്കൽ കൂടി തത്സമയ സംപ്രേഷണത്തിലേക്ക്. Sir, I have to report that Rajya Sabha. सर, अगर चर्चा होगा तो जब मैं रिप्लाई करूंगा, चारों पॉइंट्स को मैं ब्रीफली इस सदन के माध्यम से देशवासियों को बताऊंगा. फिलहाल मैं अपील करना चाहता हूं कि ये बहुत इंपॉर्टेंट बिल है, इसमें सब समर्थन करें और इसको सर्वसम्मति से पारित करें. थैंक यू. मोशन मूव. There are 5 amendments by Sri John Britus, Sri Truchi Siva, Sri Shakti Singh Gohil, Dr. V. Sivdasan and Sri Derek O'Brien for reference of the Election Laws Amendment Bill 2021 as passed by Lok Sabha to a select committee of the Rajya Sabha. Members may move their amendments at this stage without any speech. Sri John Britus, are you moving? Sir, I am moving.
I am moving because this is going to tamper with the democratic process. So amendment moved. Amendment moved. Yes. Shri Tiruchi Sivaji. Amendment moved. Shri Shakti Singh Gohil ji. Moving my amendment. This is very undemocratic way the bill is introducing. Members on the select committee are not provided by Shri Shakti Singh Gohil at this stage when the amendment becomes infructuous and will be deemed as not moved. Dr. V. Sivasan, are you moving your amendment? This is undemocratic bill, that is why I am moving, sir. Thank you. Shri Derek O'Brien ji, are you moving your amendment? Sir, please hear me out, sir, please. Move. No, sir. V. Sivasan amendment moved? Moved? Yes, sir. Okay. Derek O'Brien ji. Where, sir, please, sir. No, sir, you cannot take away my right. Please. I have raised, two other members have raised, we have raised point of order. Sir, please, parampara hai, sir, what is I your have ruling? clarified it. What is your ruling on I the have point? clarified it. What I have is it? clarified already. Where is that thing on the point of order? Names of members on the select committee are not provided by Sri Derek O'Brien at this stage. The amendment becomes infructuous and will be No, deemed as sir, not don't moved. do this. The motion for consideration of the bill and the amendments moved there too are now open for discussion. How can you move the motion? How can you not move the order? Please, Dr. Ami Yagnik ji, please go to your seat. आप वेल में है, please go to your seat and speak. Please go back to your seat, please. Please, I request all of you members जो आप खड़े हैं वेल में अपनी सीट पर जाएं और श्री वेंकटेश्वर राव मोइपई, श्री वेंकटेश्वर राव मोइपई, श्री वेंकटेश्वर राव मोइपई. തുടരുന്നുണ്ട് അഭിലാഷ്. ഈ രാജ്യസഭയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നുവെന്ന് മനസ്സിലാവുന്നു. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? രഞ്ജിത്ത്, രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് ബില്ലുകളുടെ അവതരണവും അത് പാസാക്കുന്ന നടപടികളുമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി തിരുത്തുകൾ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലിന്മേലുള്ള അവതരണവും അതിന്റെ വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള പ്രക്രിയയിലേക്കാണ് സഭാ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയിരുന്നു. പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് ശബ്ദ വോട്ടോടുകൂടിയാണ് ബിൽ പാസാക്കിയത്. വോട്ടർ ഐഡിയെ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്ന നിയമമാണിത്. ഇതിലൂടെ കള്ളവോട്ട്, ഇരട്ട വോട്ട് ഉൾപ്പെടെ തടയാൻ സാധിക്കും. അതായത് ഒരു വോട്ടർ ഐഡിയുമായി ഒരാൾ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ അയാളുടെ വോട്ടർ ഐഡിയെ ആധാറുമായി ബന്ധിപ്പിക്കുമ്പോൾ കള്ളവോട്ട്, അയാൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എവിടെയെങ്കിലും എന്ന് അപ്പോൾ തന്നെ ഈ ആധാർ നമ്പർ വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുന്ന തരത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പുതിയ നിയമവുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ ലോക്സഭ അംഗീകരിച്ച ബില്ലാണ്. ഇപ്പോൾ രാജ്യസഭയിൽ ഈ ബില്ലിന്റെ അവതരണം, അതോടൊപ്പം തന്നെ വോട്ടെടുപ്പ് നടക്കുന്നു. പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യാതെയാണ്, ഈ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ നടക്കുന്നത് അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടാണ് ഇത് എന്ന ആക്ഷേപം ഉന്നയിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള എംപിമാർ വി ശിവദാസൻ, അതോടൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ ഉള്ളവർ ഇതിൽ ഭേദഗതികൾ ആവശ്യപ്പെട്ടിരുന്നു. ആ ഭേദഗതികൾ വോട്ടിനിടുന്നുണ്ടോ, ആ ഭേദഗതികളുമായി മുന്നോട്ട് പോകുന്നുണ്ടോ എന്നാണ് സഭാധ്യക്ഷൻ ചോദിച്ചത്. തീർച്ചയായും മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് അംഗങ്ങൾ വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ സ്മൃതി ഇറാനി ലോക്സഭയിൽ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങൾ. That the enactments relating to age of marriage of parties. केवल मूव करिए आप, केवल मूव कीजिए, ओनली मूव करिए. क्या मूव करें? थोड़ा सा आपकी अनुमति से बोलना चाहती हूँ. Relating to age of marriage of parties, such as the Indian Christian Marriage Act 1872, जी, Parsi Marriage Act and Divorce Act 1936, Muslim Personal Law Sharia Application Act 1937, Special Marriage Act 1954, Hindu Marriage Act 1955, Foreign Marriage Act 1957. सहमति नहीं है, इसलिए आपकी अनुमति से एज ऑफ मैरिज की दृष्टि से so I rise to move. Sir, I rise today to introduce Prohibition of Child Marriage Amendment Bill 2021. जी, श्री अधीर रंजन जी. सर,
आज सर अचानक ये सप्लीमेंटरी लिस्ट ऑफ बिजनेस में हम ये देखने को मिला कि प्रोहिबिशन ऑफ चाइल्ड मैरिज अमेंडमेंट बिल 2021 लाया गया। सर हम एक सलाह देना चाहते हैं सरकार को कि हड़बड़ी में बहुत सारी चीज गड़बड़ी होते हैं। सर हिंदुस्तान में इस मुद्दे को लेकर काफी चर्चा हो रहे हैं और इसके साथ साथ ये सरकार अब तक ना किसी स्टेक होल्डर से बातचीत की, ना कोई स्टेट से कंसल्ट किए हैं, लेकिन जल्दबाजी में ये अचानक ये सप्लीमेंटरी लिस्ट में ये बिल को लाया गया। सर एक के बाद एक ये बिल सरकार क्यों ऐसा इस तरीके से लाते हैं, ये देखकर मुझे ताज्जुब होते हैं। ये सरकार की नापाक इरादे साफ हो जाते हैं। सर हमारा मांग है ये बिल स्टैंडिंग कमेटी में तुरंत रेफर किया जाए। ये हमारा मांग है, ये बिल स्टैंडिंग कमेटी में तुरंत रेफर किया जाए। सभापति महोदय, हम ये बिल इसका इंट्रोडक्शन का विरोध करता हूं क्योंकि 18 लॉ कमीशन में कंसल्टेशन पेपर जो रिफॉर्म्स ऑफ फैमिली लॉ है उसमें भी लिखा गया है दैट द लीगल एज फॉर majority should be recognized uniformly. 18 years should be recognized uniformly as the legal age for marriage for men and women alike. ये लॉ कमीशन का रिपोर्ट है। इस बिल के द्वारा विभिन्न पर्सनल लॉज इफेक्ट होंगे, इसीलिए हम चाहते हैं कि ग्रेटर स्क्रूटिनी के लिए स्टैंडिंग कमेटी में स्वागत राय जी, स्वागत प्रोफेसर स्वागत राय जी, प्लीज बी अटेंटिव एंड स्पीक जी। 1, I beg to oppose the introduction of the Prohibition of Child Marriage Amendment Bill 2021. As it is, I oppose the way in which the government has brought this bill in a hurry. This bill needs total discussion among all stakeholders. The minority people are totally opposed to this bill. The IEML. Mohammed Bashir. Sir, Mohammed Bashir ji. Thank you very much, sir. Thank you very much, sir. Sir, I oppose the very introduction of this bill. Sir, this bill is unwanted, it is unconstitutional, and it is violation of Article 25 of the Constitution. Sir, this bill will make far-reaching consequences in this country, sir. This is an attack on the personal law and the fundamental rights in this country, sir. Government should withdraw this, sir. This, of course, is nothing but to gain. Thank you very much, sir. Sir, the basic purpose of a legislation is to see whether the law is enforceable. Sir, as far as this bill is concerned, enhancing the marriage age of 18 to 21, whether this bill can be enforceable, because the rural population, especially the uneducated youth, uneducated and unemployed girls, they have to continue up to 21 years of age for getting the marriage. So whether this law is enforceable, that is the first point. And the second one is regarding 18 years of age is the age which is limited by the Constitution to have the citizenship acquisition. 18 years is being prescribed. So it is the right of a girl. Sir, see, I'm finishing. It is the right of a girl at the age of 18 It is a retrogressive amendment. This is against right to freedom of under Article 19. An 18-year-old can choose a prime minister, can have a live-in relationship, can have a sexual relation under the POSCO Act, but you are denying the right to marriage. What have you done for the 18-year-old? The women labor participant force in India is lower than Somalia. Your Beti Bachao, Beti Padhao, 89% funds were used by Narendra Modi for his publicity. This is a retrogressive step. This should be taken back. This is against the 18-year-old. Thank you. का तरीका क्या है? कल तक जो बिल दिखाया था उसकी तैयारी करके हम लोग आए, अभी सप्लीमेंटरी बिजनेस सर्कुलेट करके जो बिल पेश करना चाहते हैं, सही नहीं तरीका। हमें उसके ऊपर चर्चा करने की आवश्यकता है। जब 18 വിവാഹപ്രായം ഉയർത്തുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബില്ലിന്റെ പകർപ്പ് എംപിമാർക്ക് വിതരണം ചെയ്തു. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ലോക്സഭയിൽ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.
है।